നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാന നിമിഷം പറഞ്ഞുറപ്പിച്ച വാർത്താ സമ്മേളനം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടെന്ന് വെച്ചു. തൊട്ടുപിറകെ വന്നൊരു വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നിരിക്കുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ തന്നെ കേസെടുത്തിരിക്കുകയാണ്. അങ്ങനെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആരോപണങ്ങളിൽ വനിതാ കമ്മീഷനാണ് ഇടപെട്ടിരിക്കുന്നത്. ഈ തെളിവുകളിൽ കേസെടുക്കാൻ സാധ്യതയുണ്ടെന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. പോലീസിനോട് റിപ്പോർട്ടും തേടിയിരിക്കുകയാണ്. അനുബന്ധ തെളിവ് കിട്ടിയാൽ അടുത്ത നടപടിയിലേക്ക് കടക്കാമെന്ന സൂചനയാണ് വനിതാ കമ്മീഷൻ നൽകുന്നത്. യുവതികളിൽ ആരെങ്കിലും മൊഴി നൽകാനോ പരാതി കൊടുക്കാനോ തയ്യാറായാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനായി സാധിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശം, ഫോൺ റെക്കോർഡുകൾ നിർബന്ധപൂർവ്വം ഗർഭഛിദ്രം നടത്തിയെന്നുള്ളത് പരാതിയായി ലഭിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി അടുത്ത ദിവസം ഉണ്ടാകുമെന്ന ഭീതിയാണ് കോൺഗ്രസ് ക്യാമ്പിൽ അലയടിക്കുന്നത്. ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന നിമിഷമാണ് അതിൽ നിന്ന് പിന്മാറിയത്. ഇനി കൂടുതൽ വിശദീകരിച്ച് വഷളാക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിലക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതിർന്ന നേതാക്കളുടെ ഇടപെടലുണ്ടായതോടെ വാർത്താ സമ്മേളനം റദ്ദാക്കുകയും ചെയ്തു. ഗർഭഛിദ്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്നതും അശ്ലീലം നിറഞ്ഞതായിട്ടുള്ള സംഭാഷണം തെറി വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതും ഭീഷണിപ്പെടുത്തുന്നതായി ബന്ധപ്പെട്ടുള്ളതും ശബ്ദരേഖ പുറത്തു വന്നതിന് പിറകെയാണ് ഈ വാർത്താ സമ്മേളനം നടത്തുമെന്ന അറിയിപ്പ് വന്നത്. MLA സ്ഥാനത്ത് നിന്നുള്ള രാജി പ്രഖ്യാപിക്കാനാണ് വാർത്താ സമ്മേളനമെന്ന പ്രചാരണമടക്കം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതൊക്കെ നിഷേധിക്കാനായി രാഹുൽ എത്തുമെന്നും ചില തെളിവുകൾ രാഹുലിൻ്റെ കൈവശമുണ്ടെന്നുമുള്ള വാദം മറുഭാഗത്തുമുണ്ട്. പക്ഷേ ഏറെ മണിക്കൂറുകൾ മാധ്യമപ്രവർത്തകർ കാത്തുനിന്നിട്ട് പോലും വാർത്താ സമ്മേളനം റദ്ദാക്കുന്ന വിവരം പിന്നാലെ പുറത്തുവിടുകയായിരുന്നു. യുവ നേതാവിനെതിരെ മാധ്യമപ്രവർത്തകയും അഭിഭാഷകയും നടിയുമായിട്ടുള്ള റിനി ആൻ ജോർജ് അടക്കം രംഗത്തെത്തിയതോടെയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമുണ്ടായത്. ഒരു യുവ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശം അയച്ചെന്നും 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നുമാണ് ഈ നടിയുടെ ആരോപണം. സൗഹൃദത്തിലായി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ തന്നോട് മോശമായി പെരുമാറി. അപ്പോഴേ അയാളോട് രൂക്ഷമായി തന്നെ പ്രതികരിച്ചിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകരുത് എന്നുള്ള ഉപദേശം നൽകി. ഹു കെയേഴ്സ് എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇതേപ്പറ്റി പല നേതാക്കളോടും പരാതിപ്പെട്ടു. അവർക്കും ഹു കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു എന്നാണ് റിനി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണോ ആ നേതാവെന്ന ചോദ്യം ഉയർത്തിയപ്പോൾ റിനി മറുപടി നൽകാതെ ചിരിക്കുകയായിരുന്നു. ആ നേതാവ് ഉൾപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ മറ്റ് നേതാക്കളുമായി തനിക്ക് നല്ല ബന്ധമുണ്ടെന്നും അതുകൊണ്ട് ആ പേര് പറയുന്നില്ല എന്നാണ് നടി പറഞ്ഞത്. ഇതിനു പുറകെ മാധ്യമപ്രവർത്തകർ തുറന്നുകാട്ടിയ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുള്ള ആരോപണം ഉയർന്നു. പിറകെ രാഹുലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ആക്ടിവിസ്റ്റുമായിട്ടുള്ള ഹണി ഭാസ്കരനും രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും ഇത് തുറന്നുകാട്ടി തരുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നുമായിരുന്നു ഹണി ഭാസ്കർ പറഞ്ഞത്. വലിയ വിവാദമാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തപ്പോഴാണ് നിരവധി ആളുകൾ രാഹുലിനെതിരെ പ്രതികരണവുമായി എത്തിയത്. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന യുവതിയുടെ ഫോൺ സംഭാഷണവും ചാറ്റുമടക്കം സ്ക്രീൻഷോട്ടുകളടക്കം പുറത്തു വന്നത്. ഗുരുതര ആരോപണമാണ് രാഹുലിനെതിരെ ഇങ്ങനെ യുവതി ഉയർത്തിയത്. കടുത്ത പ്രതിരോധത്തിലായി ഹൈക്കമാൻഡ് കൈയൊഴിഞ്ഞു. അതോടെ രാജി രാഹുലിനോട് ചോദിച്ചു വാങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. രാഹുൽ MLA സ്ഥാനം ഒരു കാരണവശാലും രാജിവെക്കില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്നുണ്ട്. VD സതീശൻ ശക്തമായി തന്നെ ഇതിനെ എതിർക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ തന്നെ VD സതീശൻ പറഞ്ഞതനുസരിച്ച് കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തൊട്ടു മുന്നിലെത്തി നിൽക്കുന്നു. ഇനി ഈ ഒരു വിവാദമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിനെ തന്നെ ഇത് വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ട് രാഹുൽ രാജിവെച്ചൊഴിഞ്ഞാൽ അത് കോൺഗ്രസിനും UDF-നും ഒരുപോലെ തന്നെ നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും കുറ്റക്കാരെ പുറത്തു നിർത്തി എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാനും സാധിക്കുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത്. LDF-ലെ ആരോപണ വിധേയർ രാജിവെക്കാത്ത സന്ദർഭമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ജനങ്ങൾ വിലയിരുത്തും പാർട്ടിയെ. അത് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കാൾ എന്തുകൊണ്ടും ന്യായമായി ഇരയ്ക്കൊപ്പം നിൽക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്നുള്ള ഒരു നേട്ടം തങ്ങൾക്കുണ്ടാകുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും പ്രതിരോധം തീർക്കുന്നത് ഷാഫി പറമ്പിൽ MP ആണ്. അത് മുതിർന്ന നേതാക്കളിൽ അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നും ഇതെന്തിനാണെന്നുള്ള ചോദ്യം ഇതിനിടയിൽ തന്നെ പ്രവർത്തകരും നേതാക്കളും ഉയർത്തുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.